ഹായ് ഓൾ നമസ്കാരം. ട്രേഡിംഗ് ബിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്വിംഗ് ട്രേഡ്സിൻ്റെ നാളത്തേക്കുള്ള അനാലിസിസ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നേരെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്ന് പറയുന്ന സ്റ്റോക്കാണ്. നമ്മൾ ഡേ ക്യാനിൽ തന്നെയാണ് അനാലിസിസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട്. നോർമൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. ഓക്കെ, അത്യാവശ്യം നല്ല വോളിയത്തോടു കൂടിയുള്ള ബ്രേക്കൗട്ടാണ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാവുന്നതായിരുന്നു. അത് നമ്മളപ്പോൾ എൻട്രി എടുത്തിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാറ്റേൺ പോകുന്നുണ്ട്. അത്യാവശ്യം പ്രൈസിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് അല്ലേ. അവിടെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലായിരുന്നു എൻട്രി വന്നിരുന്നത്. ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് അത്യാവശ്യം ഡിസ്കൗണ്ട് ഏരിയയിൽ നമുക്ക് ഈ സ്റ്റോക്ക് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നാളെ ഇപ്പോൾ ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഇതേ സെയിം ഏരിയയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് സ്റ്റോക്ക് ബൈ ചെയ്യാവുന്നതാണ്. 5% SL, 10% നമ്മുടെ ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടാർഗറ്റ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിവറ്റ് പോയിന്റ് വെച്ചിട്ടാണ്. പിവറ്റ് പോയിന്റ് സപ്പോർട്ടും കൂടി വരുന്ന ഭാഗത്താണ് ഞാൻ ടാർഗറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ആ സ്റ്റോക്കുകളുടെ പ്രൈസ്, ടാർഗറ്റ്, SL ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കമൻസുകൾ കാര്യങ്ങൾ വന്നിരുന്നു. നമ്മുടെ പ്രൈസ് കാണാൻ പറ്റുന്നില്ല, അപ്പം പ്രൈസ്, ടാർഗറ്റും SL ഒക്കെ ഒന്ന് പറയണം എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 341 എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് ഇത് ബൈ ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 324 ആ ഒരു റേഞ്ചിലൊക്കെ സ്റ്റോപ്പ് ലോസ് വരും. 5%. നിങ്ങൾക്ക് എവിടെ നിന്നാണോ പ്രൈസ് കിട്ടുന്നത് അവിടുന്ന് ഒരു 5% നിങ്ങൾക്ക് SL വെക്കാവുന്നതാണ്. ഞാൻ ഏകദേശമാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് വരുന്നത് 375 ആ റേഞ്ചിൽ നമുക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് ഇതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ക്രൈറ്റീരിയാസ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് സ്വിംഗ് ട്രേഡ്സിന് എല്ലാത്തിനും. രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ബാങ്കാണ്. ഇന്ത്യൻ ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാനിൽ ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്ന ആ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ സ്റ്റോക്ക് തന്നിട്ടില്ല. നമുക്ക് 10% ആണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. ആ ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം പ്രൈസ് ഒന്നുകൂടെ ടച്ച് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ഉണ്ട്. അത്യാവശ്യം നല്ല വോളിയം ഇവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒന്നുകൂടെ ബൈ ചെയ്യാവുന്നതാണ്. അതായത് പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 561 എന്നുള്ള റേഞ്ചിലാണ് പ്രൈസ് നിൽക്കുന്നത്. അവിടുന്ന് ബൈ ചെയ്യാവുന്നതാണ്. നമുക്കൊരു 5% SL, ഒരു 532 എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ SL ഹോൾഡ് ചെയ്യാം. 617 എന്നുള്ള ലെവലിൽ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റോക്ക് ഇതാണെന്നുണ്ടെങ്കിലും നല്ലൊരു പ്രൈസിന് മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് അല്ലേ. പ്രൈസിന് മൂവ് ചെയ്യാൻ ഈ ഒരു പാറ്റേണിൻ്റെ സെൻട്രൽ ലൈനിലേക്കാണെന്നുണ്ടെങ്കിൽ പോലും പ്രൈസിന് മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റോക്ക് ഇന്ത്യൻ ബാങ്കാണ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റോക്ക് LT, ലാർസൻ ആൻഡ് ടർബോ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഓക്കെ, ഇതിലും സെയിം കണ്ടീഷൻസ് തന്നെയാണ്. ഇതിലാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടച്ചുള്ള ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കൺസോൾട്ടേഷൻ ഫേസിലേക്കാണ് അത് പോയിട്ടുള്ളത്. പക്ഷേ എന്ന് പറഞ്ഞിരുന്നാലും നമുക്ക് ഇവിടുന്ന് ഒരു ലോവർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ പ്രൈസ് നല്ല രീതിയിൽ അപ്പ് മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇതുവരെ നമ്മുടെ SL കാര്യങ്ങളൊന്നും ഇതിനകത്തിൽ അടിച്ചിട്ടില്ല. ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് എൻട്രി വന്നിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഒരു വോളിയം സ്പൈക്ക് ആയിട്ടുണ്ട് അവിടെ. ഓക്കെ, പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണിലേക്ക് നല്ല സ്പേസും ഉണ്ട് അല്ലേ. പ്രൈസ് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വീണ്ടും എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. 5% SL കീപ്പ് ചെയ്യാവുന്നതാണ്. അതായത് പ്രൈസ് കുറച്ചും കൂടെ നമ്മുടെ എൻട്രി ലെവലിൽ നിന്ന് ഒരു ഇത്തിരി താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. നമുക്കൊരു 5% SL നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. ഒരു 3439 SL നമുക്ക് കീപ്പ് ചെയ്യാം. നമുക്കൊരു ടാർഗറ്റ് 3972 ആ ഒരു റേഞ്ചിലേക്ക് 3972 എന്ന് പറയുന്ന പ്രൈസിലേക്ക് നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റോക്ക് ഇതാണ്. നിങ്ങൾക്ക് എൻ്റെ പാറ്റേൺ ഒരേപോലെ ആയതുകൊണ്ടിട്ടാണ് ഞാൻ റീസൺസ് എല്ലാ ദിവസവും സെയിം തന്നെ പറഞ്ഞു പോകാത്തത്. ഞാൻ സ്റ്റോക്കുകളുടെ വാല്യൂം, എവിടെ എൻട്രി എടുക്കാം, എവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം, എവിടെ ടാർഗറ്റ് വയ്ക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അത്ര സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു 10%-നോട് അടുത്ത് പിവറ്റ് കിട്ടിയ റേഞ്ചാണ്, R4 കിട്ടിയ റേഞ്ചാണ്. അവിടെ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്ത് മാറാവുന്നതാണ്. ഓക്കെ, നാലാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് PNC ഇൻഫ്രാടെക് എന്ന് പറയുന്ന സ്റ്റോക്കാണ്.
ഓക്കെ, ഈ സ്റ്റോക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടച്ചുള്ള ട്രെയിൻ ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു റെസിസ്റ്റൻസ് ബ്രേക്കും കൂടെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ ഈ പാറ്റേണിലേക്ക് നല്ല സ്പേസ് ഉണ്ട്, പ്രൈസിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വീണ്ടും തിരിച്ച് അവിടെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഇപ്പോഴാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയും പ്രൈസ് ഒരു നല്ല രീതിയിൽ മൂവ് ചെയ്യാനുള്ള ചാൻസസ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ, 5% നമുക്ക് SL വെക്കാവുന്നതാണ്. ഇപ്പോൾ നിൽക്കുന്ന രീതിയിലാണ് പ്രൈസ് നാളെ ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 481 രൂപയിൽ നമ്മുടെ SL കീപ്പ് ചെയ്യാവുന്നതാണ്. ഒരു 560 റേഞ്ച് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിലൊക്കെ ഒരു 10% വരുന്ന റേഞ്ചിൽ 558 എന്ന് പറയുന്ന റേഞ്ചിലൊക്കെ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്ത് മാറാവുന്നതാണ്. 558 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്ത് മാറാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ, നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് പ്രൈസ് എൻട്രി കിട്ടുന്നത് എന്നും പറഞ്ഞിട്ട് ഒരുപാട് മുകളിൽ ഒരുപാട് താഴെയല്ല പറയുന്നത്, നമ്മുടെ ആ ഒരു എൻട്രി റേഞ്ചിൽ ചിലപ്പോൾ ഒരു 1-2 പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡിഫറൻറ്റിലായിരിക്കും കിട്ടുന്നത്. എന്നാൽ പോലും നിങ്ങൾക്ക് എവിടെയാണോ പ്രൈസ് എൻട്രി കിട്ടുന്നത് അവിടുന്ന് 5% SL ആണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. അവിടുന്ന് 10% ടാർഗറ്റ് 1:2 എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. ഓക്കെ, സോ ഇത്രയും 4 സ്റ്റോക്കുകളാണ് നാളത്തേക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളൊരു കാര്യം, ഈ 4 സ്റ്റോക്കുകളിലും നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഏതൊക്കെ സ്റ്റോക്കുകൾ പറഞ്ഞോ ആ സ്റ്റോക്കുകളേക്കാൾ നല്ല രീതിയിൽ അനാലിസിസും കാര്യങ്ങളും ചെയ്തിട്ട് വേണം നാളെയും മറ്റന്നാളിലും ഈ ഒരു 1 വീക്ക് നമ്മൾ ട്രേഡ്സ് എടുക്കാനൊക്കെ ഉണ്ട്. കാരണം ബഡ്ജറ്റ് വരുന്നുണ്ട്, മറ്റന്നാളിൽ ബഡ്ജറ്റാണ്. ആ ഒരു ബഡ്ജറ്റിൻ്റെ റീസൺ കാരണം പ്രൈസിന് നല്ലൊരു വോൾട്ടാലിറ്റി മൊമെൻ്റ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ SL ഒക്കെ ഒന്ന് ഹണ്ട് ചെയ്തിട്ടായിരിക്കും മുകളിലോട്ട് പോകുന്നത്. നാളെ അല്ലെങ്കിൽ ഈ ഒരു 1 വീക്കിലെ കാര്യം എടുത്തു പറയാനുള്ള കാരണം ബഡ്ജറ്റ് വരുന്നുണ്ട്, പ്രൈസ് നല്ല വോൾട്ടൈൽ മൊമെൻറ്റം കാണിക്കാൻ ചാൻസ് ഉണ്ട്. SL വയ്ക്കുന്നത് കാര്യങ്ങൾ ഒക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കണ്ട് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ പറയാനെ കൊണ്ട്. വീഡിയോയിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ നാളെ. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.